ദൈവത്തിൽ, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ, അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ, അനാദികാലം തുടങ്ങി മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ആ പാർവണത്തിലേക്ക് അടുത്തു വരികയാണ്. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നത്, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാൽ ഒഴിഞ്ഞു പോകാത്തത്, വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ നിന്റെ നല്ല ആത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വ്യാപരിക്കണം. അത് അതിന്റെ നിലയിൽ ഗ്രഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണം. നിന്റെ മക്കളെല്ലാവരെയും സഹായിക്കണം. മഹത്വം കുഞ്ഞാടിന് അർപ്പിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ, അനാദികാലം തുടങ്ങി മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ, അനാദികാലം തുടങ്ങി. അനാദി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ചിന്തിക്കണം. ആദിയാണ് ഭൂമിയെ സൃഷ്ടിച്ചപ്പോഴാണ് ആദിയിൽ. എന്നാൽ ഇവിടെ അതല്ല പറയുന്നത്, ആദ്യം നല്ല പറയുന്നത്. പിന്നെ അനാദികാലം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് സൃഷ്ടിക്കുന്നതിന് മുൻപ്, മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുൻപ് അനാദി അവന്റെ ഹൃദയത്തിനകത്ത് മറഞ്ഞു കിടന്ന ഒരു മർമ്മം. അതിനെ കുറിച്ച് പറയുവാൻ എനിക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സൃഷ്ടിച്ചത്, സകലവും സൃഷ്ടിച്ചത് ആരാണ്? In the beginning God created the heavens and the earth. സകലവും സൃഷ്ടിച്ച ദൈവം അനാദികാലം തുടങ്ങി മറഞ്ഞു കിടന്ന ഒരു വലിയ മർമ്മമുണ്ട്. ആ മർമ്മത്തെ കുറിച്ച് പ്രകാശിപ്പിക്കുവാൻ എനിക്ക് ആ ദൈവം കൃപ നൽകിയെന്നാണ് പുസ്തകം പറയുന്നത്. നമുക്കതൊന്നും അറിയണ്ട. എന്താണ് ഈ അനാദികാലത്തുള്ള ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ മറഞ്ഞു കിടന്ന ആ മർമ്മം എന്താണെന്ന്? സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം നമുക്ക് ഒരു നിമിഷം. എന്താ അതിന്റെ ചെറിയൊരു ഗ്ലിംസ് നമുക്കിവിടെ എടുക്കുകയാണ്. എന്താണ് അതിനകത്ത് പറഞ്ഞു വാക്കി അയച്ചത്? ഒന്നുകൂടി ശാന്തമായിട്ടൊന്ന് വായിച്ച് നമ്മൾ വായിച്ച് ഓടിച്ചു പോലെ വളരെ ചുരുക്കമായിട്ട്. തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ഇത് വായിക്കുന്നവർക്കൊന്നും പിടികിട്ടില്ല. എന്തോ പറഞ്ഞു വരുന്നുള്ളതാ. എന്താണ് പറഞ്ഞു വന്നിരുന്നത്? തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അത് ഒരു ആസ്പെക്ട് ആണ്. ആദ്യജാതനെന്നും ഏകജാതനെന്നുള്ള രണ്ട് ഭാഗമുണ്ടല്ലേ. തന്റെ ഏകജാതനായ തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അപ്പോ ഏകജാതനും ഉണ്ട്. പിന്നെ ഏകജാതനായിരുന്നു ഒരു സമയം. എന്നാൽ അവൻ ആദ്യജാതനാകണം പറഞ്ഞതിന് അർത്ഥം എന്താണ്? പിന്നെ വേറെ കുറെ ജാതകൾ കൂടി ഉണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം. വചനമൊക്കെ എഴുതുമ്പോൾ അതിന്റെ ആഗ്രഹം എത്ര നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഏകജാതനായ തന്റെ പുത്രൻ, God so loved the world that he gave his only begotten son. Praise the Lord, hallelujah. ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ ആകത്തുക എന്ന് മനസ്സിലാക്കിയാൽ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് രണ്ടാമത്തേതാ, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് എന്താകണം എന്ന് പറഞ്ഞ് ഞാൻ അത് സമ്മറൈസ് ചെയ്തൊന്നും പറയാം. എന്റെ ഈ മോനെ പോലെ കുറച്ച് മക്കളെ ആ സ്വരൂപം പോലെ, ആ അവനെ പോലെ എക്സ്റ്റേണൽ അല്ല,
എക്സ്റ്റേണൽ ആയിട്ടല്ല, ഇന്റേണൽ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ മകനെ കുറിച്ച് നമുക്കൊന്ന് അറിയണ്ടായി. യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ മകൻ ആരായിരുന്നു അറിയാമോ? എറ്റർണിറ്റി പാസ്റ്റ്. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണമെന്നാണ്, തന്റെ പുത്രനെ പോലെയുള്ള കൊച്ചു സഹോദരന്മാരുണ്ടാകണമെന്നാണ് ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് മറന്നു കിടന്ന് ഞാൻ മറന്നു. ആഴം അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടാക്കുന്നതിലൂടെ എപ്പോൾ ദൈവം പറഞ്ഞു, let us make man in our own image and in our own likeness. നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ തന്റെ പുത്രന്റെ സ്വരൂപമാണ് പിതാവ് ആഗ്രഹിച്ചത്. തന്റെ പുത്രനെ പോലെ ആയിരിക്കണം. ഇത് നമ്മളിവിടെ പാടിയ പല പാട്ടുകളും ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞ അധികം യേശുവിനെ പോലെ പൗരസഭ പറയുന്ന ക്രിസ്തു എന്ന തലയോളം ക്രിസ്തുവിന്റെ മനസ്സുള്ളവര്. ഞാൻ എന്റെ കൊച്ചു പെന്തിക്കോസിന്റെ ആദ്യത്തെ കാലഘട്ടത്തിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, അവരെല്ലാവരും ഞങ്ങളെ പഠിപ്പിച്ചതും പറഞ്ഞു കേൾപ്പിച്ചതല്ല എന്താണെന്നറിയാമോ? കത്തോലിക്കലൊന്നും നിന്നാ ഒക്കത്തില്ല, പെന്തിക്കോസ് വന്നാലേ സ്വർഗ്ഗത്തിൽ പോകണം. അപ്പൊ ഞാൻ വചനത്തിന്റെ കൊച്ചു പ്രായത്തിൽ അത് ചിന്തിച്ചു. അതിന്റെ ഒരു ഭാഗമാണെങ്കിൽ തന്നെയും അതിന്റെ വേറെ ഒരു സൈഡും കൂടെ ഉണ്ട്. ആ രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നതാണ് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി. അപ്പൊ നമ്മൾ വന്നു കഴിഞ്ഞ ഉടനെ സ്വർഗ്ഗം ഗ്യാരണ്ടി എന്നുള്ളത് അല്ല ഇതിനർത്ഥം. There is another transformation must happen in our lives. അത് ആരെ പോലെയായിരിക്കണം? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. അവനെ പോലെയാകണം. അവസാനമായി വരുമ്പോ ആ യാത്രയിലാണ് നമ്മളായിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിനെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നീണ്ട ഒരു ജേർണി നമ്മളുണ്ട്. ആ ജേർണിയിലാണ് ഇന്ന് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഇന്ന് വളരെ ശാന്തമായിട്ട് നമുക്ക് തിരിഞ്ഞു നോക്കണം. ആ യാത്രയിൽ എന്റെ അവസ്ഥ, ഞാൻ ഇവിടം വരെ എത്തിച്ചേർന്നിരിക്കുന്നു. ക്രിസ്തുവിന്റെ തലയോളം വളരുക. എന്നാൽ ഒരു വാക്യം കൂടി ഞാനൊന്ന് വായിച്ചിട്ട് ആ വാക്യം ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചോട്ടെ. അത് മത്തായിയുടെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തോട് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ്. ഈ രംഗം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടുവന്ന് ഫിലിപ്പിന്റെ കൈസരിയിലായിരിക്കുന്ന ഒരു സമയം യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യം ചോദിച്ചതിനകത്ത് യേശു ചോദിക്കുകയാണ്, മനുഷ്യപുത്രൻ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അവരുടെ ഉത്തരം ചോദിച്ചു, മനുഷ്യപുത്രനെ ആരെന്നാണ് എല്ലാവരും പറയുന്നത്? കർത്താവിന്റെ ശുശ്രൂഷ 17-ാം അധ്യായം വിചാരിച്ചോ. അപ്പോൾ ശുശ്രൂഷകൾ പലതും കഴിഞ്ഞിട്ടുണ്ട്. പല അനുഭവങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും പല പരിപാടികളും ആ ജീവിതയാത്രയ്ക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് നിൽക്കുന്ന അവസരത്തിലായിരിക്കും ചോദിച്ചത്, ഈ മനുഷ്യപുത്രൻ ആരെന്നാണ് അവരുടെ ഒപ്പീനിയൻ. അവർ പറയാം ഒന്നാമത്തത് യോഹന്നാൻ സ്നാപകൻ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, പുള്ളിയുടെ കഴുത്തിൽ ക്ഷേത്രം ചെയ്തിട്ട് അധികം നാളുകളായിട്ടില്ല. അതിന്റെ ഓർമ്മ അവരുണ്ട്. മറ്റു ചിലർ അപ്പോൾ അവരുടെ ശുശ്രൂഷ വളരെ പരിചയമുള്ള യഹൂദ സമുദായം അവിടെ നിൽക്കുകയാണ്. ആകാശത്തിൽ നിന്ന് തീ അവരെ ഇറക്കിയിരിക്കുന്നതാണ്. അപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഒരു പക്ഷെ ചിലരുടെ ഊഹമാണ്, ഒരു പക്ഷെ ഇവൻ ആരാകാം. തീർന്നില്ല. കണ്ണീരിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഇരമ്യാവ് കാണുമ്പോൾ പറഞ്ഞാൽ അച്ഛൻ അതിന് വ്യത്യാസം, പള്ളിക്ക് കൂടി വ്യത്യാസമില്ല. പിന്നെ പ്രവാചകന്മാർ. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള, മനുഷ്യപുത്രനെ കുറിച്ചുള്ള അവരുടെ ഐഡിയകളാണ് ഇതെല്ലാം. ആരാണ്?
യോഹന്നാൻ സ്നാപകൻ, പുള്ളി ഗലച്ചതരം തിരിച്ച് പോയിട്ട് അധികം സമയമായിട്ടില്ല. 2 ആരാണ്? ഏലിയാവ്, ആകാശത്തിൽ തീർക്കിയവൻ. പിന്നെ ആരാണ്? യിരെമ്യാവ്. പിന്നെ ആരാണ്? പ്രവാചകന്മാരിൽ. എന്നിട്ട് കർത്താവ് രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ എന്നെ നമ്മളറിയാം, പത്രോസ് എന്ന് പറഞ്ഞ ആൾ ചെറിയ പുള്ളി എന്താ പറഞ്ഞത്? പുള്ളി ഉത്തരം പറയാൻ ശിശുമാരുടെ കൂടെ നിന്നു ഉത്തരം പറയാൻ വേണ്ടി എണീക്കുന്ന ആദ്യത്തെ പുള്ളിയാകാം. പുള്ളി പറഞ്ഞു, എന്താണ് പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ. മറ്റ് 4 അഭിപ്രായങ്ങൾക്ക് യേശു ഉത്തരം പറഞ്ഞു. എന്നാൽ ഇതിന് യേശു ഉത്തരം പറഞ്ഞു, വെറിയോനായി ശിമോനെ, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ. എന്തുകൊണ്ട്? ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് എന്ത് ചെയ്തത്? വെളിപ്പെടുത്തിയത്. പിന്നെയോ സ്വർഗസ്ഥനായ എന്റെ പിതാവ് ഇത് നിനക്ക് വെളിപ്പെടുത്തി. പിതാവ് ആകർഷിക്കാതെ ആരും ഈ കർത്താവിന്റെ അടുത്ത് വരുന്നില്ല. ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ഇന്ന് നമ്മളാണ് ഭാഗ്യമുള്ളവർ. ഹല്ലേലൂയ. ഇപ്പോൾ ഇത്തിരിയൊക്കെ ക്ഷീണിച്ചും മരടിച്ചും പ്രായത്തിന്റെ കാര്യം കൊണ്ട് ഇച്ചിരി തലമുടി നരച്ചും യാത്രയ്ക്ക് ഇച്ചിരി പ്രയാസങ്ങളെല്ലാം ഒരു ഭാഗത്തുണ്ടെങ്കിൽ കൂടെ നമ്മൾ ഓർക്കണം, ഹല്ലേലൂയ, നമ്മൾ കാണേണ്ടവരെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കർത്താവിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ പല സ്റ്റേജിലും അല്ല എല്ലാ സ്റ്റേജിലും ഞാനിത് പറയും, എന്റെ കർത്താവിനെ കാണുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ. ഇന്ന് ഞങ്ങള് രാവിലെ എന്നെ റിക്ഷയിൽ കൊണ്ടുപോയിട്ട് ഞാൻ അല്പസമയം ദൈവാസനമായിട്ട് അവർക്ക് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. സ്തോത്രം. തന്റെ ജീവിതത്തിന്റെ യാത്രയിൽ കഴിഞ്ഞ നാളുകളിൽ നല്ല ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവിടെ വെച്ചാണ് കർത്താവിനെ കാണുവാനിടയായിട്ട് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇതെല്ലാം പോട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, അതിനപ്പുറമായ ഒന്ന് കാണുവാൻ നമുക്ക് വരം നൽകിയ നമ്മുടെ കർത്താവിനെ നന്ദി. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം. ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ കാണുവാൻ നമുക്ക് നൽകി തന്ന ഭാഗ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ, സ്തോത്രം, ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. എന്നാൽ മറ്റു ചിലരെ പോലെ ആ ചെറിയ അറിവിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല. ഞാൻ അവനെ അറിയാനും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയാനും എനിക്ക് വരം നൽകണമെന്നാണ് പൗലോസിന്റെ പ്രാർത്ഥന. സ്തോത്രം. ഞാൻ അറിഞ്ഞതല്ല, എനിക്ക് ഇനിയും അവനെ അറിയണം, ഇനി എനിക്ക് അവനെ അറിയണം. ദൈവമക്കളെ, നമ്മുടെ കർത്താവിനെ നമ്മൾ എവിടം വരെ അറിഞ്ഞിട്ടുണ്ട്? നിന്റെ കഷ്ടതയിൽ നിനക്ക് സഹായം തരുന്ന കർത്താവായി മാത്രമാണ് നീ അറിഞ്ഞിട്ടുള്ളത്. നീ രോഗിയായിരുന്നപ്പോൾ നിന്നെ സൗഖ്യമാക്കിയവരും സൗഖ്യദായകനായ കർത്താവിനെയാണ് നീ മനസ്സിലാക്കിയത്. ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ്. മരണത്തിനപ്പുറമായി എന്തെങ്കിലും ഒരു കാര്യം ആധികാരികമായി പറയുവാൻ ഈ ലോക ചരിത്രത്തിൽ ഒരുവനുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. അവൻ മരിക്കുന്നതിന് മുൻപ് മരിക്കുമെന്ന് പറഞ്ഞവനാണ്.
ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേൽക്കുന്നുവെന്നോ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷവും അവൻ പറഞ്ഞു സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുന്നതിന് വേണ്ടി കടന്നു പോകുന്നു. ദൈവമക്കളെ, ഈ വിലപ്പെട്ട പരിജ്ഞാനം നമ്മുടെ കർത്താവിലൂടെ മാത്രമേ ഈ ലോകത്തിനുള്ളൂ. There is no other way. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനെ നമുക്കൊന്ന് കാണണ്ടേ? Praise the Lord. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് മറന്നു കിടന്ന മർമ്മം എന്താണ്? തന്റെ പുത്രനെ പോലെ. അവൻ ഏകജാതനായിരുന്നു, ഇനി അവൻ ആദ്യജാതനായിട്ട് തന്റെ സഹോദരന്മാരെ ആ സ്വർഗ കുടുംബത്തിനകത്ത് ഒരു നല്ല ഫാമിലി ആകണമെന്നാണ് സ്വർഗം ആഗ്രഹിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്നുണ്ട്, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഒരു നിമിഷം ചെയ്യണേ, എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഈ എത്ര വലിയ സ്നേഹം എന്നുള്ളത് നമ്മളൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യണ്ട. ചുമ്മാ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് പിതാവായ ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? കാൺമീന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നൽകിയത്. ഞാനിന്ന് ആ വലിയ സ്നേഹത്തോട് ചോദിക്കുകയാണ്, എത്ര വലിയ സ്നേഹം എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. അപ്പൊ ഒന്ന് വെളിപ്പെട്ടെന്ന് പറഞ്ഞാൽ അവൻ പറയും, പിതാവിന്റെ മടിയിൽ പ്രബോധിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ പുത്രൻ. യെശയ്യാ പ്രവാചകൻ അങ്ങനെയാണ് കാണുന്നത്. ഉയർന്നും പൊങ്ങിവിരിക്കുന്ന സിംഹാസനം ഇരിക്കുന്നവനെ ഞാൻ കണ്ടു. സ്തോത്രം. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മറച്ചു, 2 കൊണ്ട് പറന്നുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്നും രാമകലില്ലാതെ ആരാധിച്ചു കൊണ്ടിരുന്ന ദൂതന്മാരുടെ ആരാധ്യ വിഷയമായിരുന്ന നമ്മുടെ കർത്താവിന്റെ പ്രീ ഇൻകാർണേറ്റഡ് അവിടെ നോക്കി കാണാനിടയായി. മുന്നോട്ട് കടന്നു വരുമ്പോൾ ഒരു വാക്യം കാണുന്നുണ്ട്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന്. ഈ പഴയ നിയമത്തിലുള്ള ഓരോ പുസ്തകം നമ്മൾ എടുത്ത് പരിശോധിച്ചാലും അവിടെ എല്ലാത്തിനകത്തും പറഞ്ഞിരിക്കുന്നത്, അതിന്റെ കാതൽ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് സീഡ് ഓഫ് ദ വുമൺ, സ്ത്രീയുടെ സന്തതി. പുറപ്പാടിൽ പെസഹ കുഞ്ഞാട്. അങ്ങനെ പോയാൽ മഹാപുരോഹിതൻ തൊട്ട് അങ്ങനെ എല്ലാത്തിനകത്തും പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ യെശയ്യാ പ്രവചനത്തിൽ പറയുമ്പോൾ he is the Messiah. Praise the Lord. Hallelujah. ആ ചിന്തയിലൂടെ വേണം നമ്മൾ പുസ്തകം തുറക്കാൻ. സാർ പറയുന്ന ഒരു സാറിനെ നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്. സ്തോത്രം. ഈ പഴയ നിയമ വേദപുസ്തകത്തിന്റെ ഏതെങ്കിലും ഒരു താള് നീ കീറുതിയാൽ അതിനകത്തുകൂടെ വീണ്ടെടുപ്പുകാരന്റെ രക്തം പൊടിയാത്ത ഒരൊറ്റ ചാപ്റ്റർ പോലും ഈ പുസ്തകത്തിനകത്തില്ല. ഉൽപ്പത്തിയിൽ അവനുണ്ട്, പുറപ്പാടിൽ അവനുണ്ട്, തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കർത്താവിനെ കുറിച്ചാണ്. ഉൽപ്പത്തി തുടങ്ങി എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ ശാന്തമായി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ മറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ കാണുകയായി തീരും. ഞാൻ എന്താണ് അല്പം സമയത്തിന്റെ ഇത് ഉള്ളത് കൊണ്ട് ഞാൻ അല്പം പെട്ടെന്ന് പോയേക്കുന്നു. സമയം കുറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് പോയേക്കുന്നു. കർത്താവ് ഈ ശ്രേഷ്ഠമേറിയ പദവിയിൽ ഇരുന്ന കർത്താവ് ഫിലിപ്പിയ ലേഖനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? പിതാവിനോടുള്ള സംബന്ധം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ എന്ത് ചെയ്തു? വേഷത്തിൽ ദാസരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി, ക്രൂശിലെ മരണത്തോളം ആ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ആകത്തുകയെ 7 വിധമായ താഴ്ചകൾക്ക് താൻ വിധേയപ്പെടുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവേ എന്നെ അയക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനെയാണ് നമ്മൾ കാണുന്നത്.
എന്നെ സ്നേഹിച്ച് ഗലാത്യലേഖനത്തിൽ 2:20 പറഞ്ഞത്, എന്നെ സ്നേഹിച്ച്, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ പുത്രൻ. അല്പം കൂടെ പറയേണ്ടതായിട്ടൊന്ന് സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ കഷോട്ട് ചെയ്തത് അത് മാത്രം ഒന്ന് പറഞ്ഞ എന്റെ സ്തോത്രം. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ അനുസരണക്കേട് മുഖാന്തരമായി പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടും ആ സ്ഥാനത്തേക്ക് കയറ്റി ഇരുത്തണമെങ്കിൽ ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. മനുഷ്യനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് കൊടുക്കുവാനോ അതാർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രൻ വന്നേക്കൂ. ഇവിടെയാണ് ദൈവത്തിന്റെ നമ്മോടുള്ള സ്നേഹം നമ്മൾ കാണുന്നത്. തന്റെ മടിയിൽ പ്രബോധിച്ചുകൊണ്ടിരുന്ന തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തെ, ആ സ്നേഹത്തെ നമ്മളൊന്ന് കാണണം. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് നൽകിയ സ്നേഹം നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ആ സ്നേഹത്തിന് വേണ്ടി മുതൽ മുടക്കിയത് എന്താണെന്നറിയാം? യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. ഞാൻ ഒരുപാട് വർഷം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നേ, ഞാനാണ് ഈ സ്നേഹം ഇനിഷ്യേറ്റ് ചെയ്തത്. അല്ല, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ നമ്മെ സ്നേഹിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാക്കുവാൻ തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് കാൽവരിയെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ പുത്രനുണ്ട്. അത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമ്മളെ അത്രയ്ക്ക് സ്നേഹിച്ചിരിക്കുകയാണ്. സ്തോത്രം. എന്നിട്ടാണ് ന്യായപ്രമാണമൊക്കെ പറയേണ്ടത് ആവശ്യമുണ്ടെന്ന് ഞാൻ അതിൽ മാറുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടിയായി തരുന്നത് തന്റെ കർത്താവ്. ഞാൻ നമ്മോട് ശാന്തമായിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടാണ്? എബ്രായലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, നമുക്ക് തുല്യമായി he was tempted at all points like we are yet without sin. പാപമൊഴികെ നമുക്ക് തുല്യമായി. അപ്പോൾ എന്ത് ചെയ്യണം? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവരും എന്ത് ചെയ്യണം? ജഡരക്തങ്ങളും ജഡത്തിൽ വെളിപ്പെടുവാൻ ആവശ്യമായി വന്നു. അങ്ങനെയാണ് ആ സ്വർഗ്ഗീയ മഹിമകളെല്ലാം വിട്ടതിന് ശേഷം താണരൂപത്തിലേക്ക് ഇറങ്ങി വരും. ഗലാത്യലേഖനക്കാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, when the fullness of time come, God sent his son, born of a woman, born under the law. കാലസമ്പൂർണ്ണതയിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴുള്ളവനായി നിയോഗിച്ചയച്ചത്, ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലക്കി വാങ്ങുകയും നാം പുത്രത്വം പ്രാപിക്കുകയും ചെയ്തതിനു വേണ്ടിയാണ്. ദൈവമക്കളെ, ആദാമിന്റെ ആ പുത്രത്വത്തോട് നമുക്ക് പറയേണ്ടത് ആവശ്യമുണ്ടെങ്കിലും സമയം ഞാൻ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണുപോയ മനുഷ്യനെ വീണ്ടും ആ സ്ഥാനത്തേക്ക് ആദാം, ഞാൻ നിങ്ങളോട് ചോദ്യം കൊണ്ട് ചോദിച്ചിട്ട് പറയട്ടെ, ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തോട്ടത്തിൽ വേല ചെയ്യാനുള്ള ഒരു വേലക്കാരനായിട്ടാണോ സൃഷ്ടിച്ചത്, അതോ ആദാം ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിലുണ്ട്, സ്തോത്രം, ആദാം 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 ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൻ, മകളെ, ആദാം ദൈവത്തിന്റെ മകനായി തീർന്നു. തോളത്തിൽ വേല ചെയ്യാനുള്ള വേലക്കാരനായിട്ടല്ല, ആദാം ദൈവത്തിന്റെ മകൻ. ആ പുത്രത്വം പാപമുഖാന്തരമായി നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടും ആ പുത്രത്വത്തിലേക്ക് ഉയർത്തിയെടുക്കേണ്ടതിന് വേണ്ടി ദൈവപുത്രൻ ഈ ലോകത്തിൽ വന്നു. അവൻ മനുഷ്യാവതാരം സ്വീകരിച്ച സ്തോത്രം. ഹല്ലേലൂയ. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ മനുഷ്യനല്ലോ. ഹല്ലേലൂയ. ദൈവത്തോട് സംബന്ധം പിടിച്ചുകൊണ്ട് വിചാരിക്കാതെ വണ്ണം വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയത് മാത്രമാണ്. സ്തോത്രം. ഉണ്ടായതൊന്നും യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ പറയുന്നത്, ഉണ്ടായതൊന്നും അവനെ കൂടാതെ
കുടുംബത്തിൽ നമ്മുടെ കർത്താവിന്റെ ആ സാന്നിധ്യത്തോടെ ഉണ്ടായിരുന്നു ഇവരാണ് എന്തെങ്കിലും എന്നെ വീണ്ടെടുക്കുവാൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഞാൻ കുറ്റം ചെയ്താൽ ശിക്ഷ ഞാനല്ലേ അനുഭവിക്കുന്നത്? അല്ലേ? ഞാനൊരു കുറ്റം ചെയ്യും, ആ കുറ്റം ചെയ്ത് ഞാനല്ലേ ശിക്ഷ അനുഭവിക്കുന്നത്? എന്നാൽ ഇവിടെ നടന്നത് അങ്ങനെയല്ല. പാപമില്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാണ് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ അവൻ വില്ലിങ്ങായി. ഞാൻ കുറ്റം ചെയ്തെങ്കിലും അടി മുഴുവൻ അംഗീകരിക്കുന്നത് കൊണ്ടത് ആരാണ്? നമ്മുടെ കർത്താവ്. അധ്യായത്തിന്റെ 6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. അവന്റെ മേൽ ചുമത്തി. അവനൊരു അകൃത്യയാഗമായി തീർന്നു. അങ്ങനെ പാപത്തിന് ശിക്ഷ മനസ്സിലായോ? എന്നിട്ട് സ്വർഗീയ കോടതിയുടെ മുന്നിൽ നിങ്ങൾ ആരെങ്കിലും കോടതിയിൽ പോയിട്ടുണ്ടോ? ഞാനൊരു പ്രാവശ്യം ഒരു കോടതിയിൽ കയറുന്നു. എന്നറിയാം, അവിടെ ട്രാഫിക് ലൈറ്റ് സ്പീഡ് അവിടെ ഇതുപോലെ പോലീസുകാർ കൊണ്ടത് അറിയില്ല. ഞങ്ങളെ ചെന്ന് കഴിഞ്ഞാൽ അത് കോടതിയിൽ അത് കൊണ്ടുപോകും, ടിക്കറ്റ് കിട്ടും. അവിടെ ചെന്ന് കോടതി ചെന്നിട്ട് ജഡ്ജിന്റെ അടുത്ത് പറയണം ഞാൻ ഗിൽറ്റി ആണോ ഞാൻ ഗിൽറ്റി അല്ലേ എന്നുള്ള കാര്യം. അതാണ് അവിടുത്തെ സിസ്റ്റം. അതിന്റെ ഒരു മനോഹരത്വം നമ്മൾ കേൾക്കണം. അവിടെ ജഡ്ജൻ കൊണ്ട് കടന്നു വന്നിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഏത് വലിയ പുള്ളി എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റ് നിൽക്കണം. ഓൾ റൈസ് എന്നവിടുത്തെ സെക്യൂരിറ്റി പറയും, ഗാർഡ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൈവമക്കളെ, നീതിപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ കരുണയ്ക്ക് സ്ഥാനമില്ല, അവിടെ മനസ്സിന് സ്ഥാനമില്ല. റോമാലേഖനം 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നറിയോ? 5-ാമത്തെ 1-ാം വാക്യം, being justified by faith we have peace with God through our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അവനിലൂടെ ദൈവം ഒരുക്കിയ പദ്ധതി മനുഷ്യന്റെ ചോദിച്ചു, നീക്കാനാണോ വന്നെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞല്ല, ന്യായപ്രമാണം മുഴുവനും 100% അതിന്റെ നിലയിൽ നിവർത്തിച്ച ഒരു മനുഷ്യൻ അവിടെ ഒരുക്കിയെടുത്ത ഒരു നീതി. അവൻ എന്തിനാണ്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം വായിക്കാൻ വേണ്ടി വിട്ടുപോണ്ട. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ കണ്ടോ? കണ്ടോ? ഇതാണ് സ്വർഗം നമ്മളെ സ്നേഹിച്ചത്. ഇങ്ങനെയാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. എന്നിട്ട് ഇങ്ങനെ കാര്യം എഴുതിയിരുന്നു. ആ നീതി മുഴുവൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ സ്വർഗം പറഞ്ഞതാണ്, whosoever believeth on him should not perish but have everlasting life. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവനെ കൈക്കൊണ്ടവനും നമ്മളെ കൊണ്ട് കഴിയാതിരുന്നത് കർത്താവ് നിവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ദൈവം നിവർത്തിച്ച നീതി പിതാവായ ദൈവം സൗജന്യമായി ലോകത്തിന് കൊടുക്കുകയാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യങ്ങൾ വായിച്ച ഞാൻ തിരികെ, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രയും നീതീകരിക്കപ്പെടുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ കുറ്റവിമുക്തരാക്കപ്പെടുന്നത് എങ്ങനെയാണ്? സൗജന്യമായിട്ടാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് സൗജന്യമായിരിക്കുന്നത്? കാരണം ഇതെല്ലാം വില കൊടുത്ത് മേടിക്കാൻ ഒക്കാതിരുന്നത് കൊണ്ട് പിതാവായ ദൈവം ആ രക്ഷ സൗജന്യമായിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, whosoever believeth on him should not perish but have everlasting life. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവദാസൻ
ആദാം ദൈവത്തിന്റെ മകൻ. ആ മകൻ അവന്റെ പാപത്തിൽ വീണതുകൊണ്ട് ദാസനായി. വീണ്ടും ദൈവ മക്കളാക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവ് കാലുകളിൽ ഇറങ്ങി വന്നതിന് ശേഷം അത് മുഴുവൻ കർത്താവിലൂടെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകി തന്നിരിക്കുകയാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സഖ്യത നൽകാതിരിക്കുന്നു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. വായിക്കുന്ന വസതിക്കുന്ന ഒരു വാക്യമുണ്ട്, സ്വർഗത്തിലെ സകലവിധമാകുന്ന ആത്മീക അനുഗ്രഹങ്ങളാലും ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൽ സ്വർഗത്തിലെ സകലവിധമാകുന്ന ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ. നിങ്ങളുടെ മനസ്സിനടുത്ത് വീഴണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതൊന്നുകൂടെ പറയുന്നത്. അതൊന്ന് വായിച്ചു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അതില്ലെങ്കിൽ നമുക്കില്ല. സ്വർഗത്തിലെ സകലവിധമാകുന്ന ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിലൂടെ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. ആ എഫേസ്യർ 1-ാം അധ്യായത്തിൽ വീട്ടിൽ പോയി വായിച്ചു കഴിഞ്ഞാൽ 17 കാര്യങ്ങൾ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതെല്ലാം ക്രിസ്തുവേശുവിലൂടെ. ക്രിസ്തുവില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ, നമ്മുടെ കർത്താവില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ ജാതികൾക്ക് വരണം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ ജാതികൾക്ക് വരണം. സ്വർഗത്തിലെ സകലവിധമാകുന്ന ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവേശുവിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നിർത്തുമ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ പോലും നമ്മൾ പറയുന്നത്, എന്റെ നാമത്തിലുള്ള സ്ഥാനത്ത് വെള്ളം കൊടുത്താൽ എന്നുണ്ട്. ഇത് നമ്മുടെ കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ, നമ്മുടെ ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല നമ്മൾ ദാസത്വത്തിന്റെ ആത്മാവല്ല. ആദാം നമ്മുടെ ദാസത്വത്തിലേക്ക് വീഴ്ത്തി കളഞ്ഞു. നമ്മുടെ കർത്താവ് വീണ്ടും ഞങ്ങളെ പുത്രന്മാരാക്കി തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കർത്താവിനെ ഒന്ന് പാടി സ്തുതിക്കണം. നമ്മുടെ കർത്താവിന് ആരാധന കൊടുക്കണം. സ്തോത്രം. അവൻ ആ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മുടെ പഴയ ശത്രു വന്ന് ഇതാണ് അതാണ് വേദനയാണ് ഇതാണ് വിട്ടുകൊടുക്കരുത്. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന് ചെങ്കോൽ വെച്ച് വാഴുവാൻ